ഈ ആത്മവിചാര ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പല സംശയങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പ്രധാന വിഷയം, നമ്മൾ ആത്മവിചാരത്തിലേക്ക് കടക്കുമ്പോൾ അനവധി ചിന്തകൾ കടന്നു വരുന്നു എന്നാണ്. ഞാൻ എന്ന സ്വരൂപത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുമ്പോൾ വളരെ ഷാലോ ആയ എക്സ്പീരിയൻസ് ആണ് നമുക്കുണ്ടാകുന്നത്. കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയുന്നില്ല. ആഴത്തിലുള്ള അനുഭവം എങ്ങനെയാണ് നമുക്കുണ്ടാവുക? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതേ വിഷയമാണ്. നമസ്കാരം. നമ്മുടെ മനസ്സിൽ അകാരണമായ സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ നമ്മളിൽ പലരും ഒറ്റമൂലിയായി ഉപയോഗിക്കുന്ന ഒരു ധ്യാനമാണ് ആത്മവിചാരം അഥവാ സെൽഫ് എൻക്വയറി. ഞാൻ ആരാണ് എന്നറിയാനുള്ളൊരു ത്വര നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഈ ആത്മവിചാര ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പല സംശയങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്രയും എളുപ്പമായ ആത്മവിചാര ധ്യാനം എന്തുകൊണ്ടാണ് നമുക്ക് കഠിനമായി തോന്നുന്നത്? ഒരു പ്രധാന വിഷയം, നമ്മൾ ആത്മവിചാരത്തിലേക്ക് കടക്കുമ്പോൾ അനവധി ചിന്തകൾ കടന്നു വരുന്നു എന്നാണ്. അതുവരെയില്ലാത്ത എല്ലാവിധ ചിന്തകളും നമ്മൾ ആത്മവിചാരത്തിലിരിക്കുമ്പോൾ, ധ്യാനിക്കാനിരിക്കുമ്പോൾ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മെ പുറം ലോകത്തേക്ക് വലിച്ചിഴയ്ക്കുന്നു. ഞാൻ എന്ന സ്വരൂപത്തിലേക്ക് അഥവാ ഭാവത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുമ്പോൾ വളരെ ഷാലോ ആയ എക്സ്പീരിയൻസ് ആണ് നമുക്കുണ്ടാകുന്നത്. കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ ബ്രഹ്മമാകുന്നു അഥവാ ഞാൻ ഈശ്വര ചൈതന്യമാകുന്നു എന്നെല്ലാം നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ വിചാരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ വലിയ ഞാനുണ്ടല്ലോ, ബ്രഹ്മമാകുന്ന ഞാൻ, ഈശ്വര ചൈതന്യമാകുന്ന ഞാൻ, അതിലേക്ക് എനിക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന വിഷയം. അപ്പോൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ അനവധി ചിന്തകളിൽ നിന്നും മറ്റു പല ബാഹ്യമായ ആകർഷണങ്ങളിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ സ്വത്വത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുക? ആഴത്തിലുള്ള അനുഭവം എങ്ങനെയാണ് നമുക്കുണ്ടാവുക? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതേ വിഷയമാണ്. ശ്രീ രമണ മഹർഷിയുടെ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ വളരെ ലളിതമായി നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആത്മവിചാരം അഥവാ സെൽഫ് എൻക്വയറി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അന്വേഷിക്കുക, ഇൻവെസ്റ്റിഗേറ്റിംഗ് ദി ഐ. ഈ ഞാൻ എന്ന ആത്മാവ് ഒരു കോൺസെപ്റ്റാണോ, ഒരാശയമാണോ? അല്ല, ഇറ്റ് ഈസ് റിയൽ. അതാണ് പരമമായ സത്യം. ജ്ഞാനമാർഗത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഈ ഞാൻ എന്ന തത്വത്തെ കൃത്യമായി അറിയുകയും അനുഭവതലത്തിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുകയും വേണം. അപ്പോൾ എന്താണ് ഈ ഞാൻ? എല്ലാ ചിന്തകളുടെയും വേരാകുന്ന ചിന്തയാണ് ഞാൻ എന്ന ചിന്ത. ഞാൻ എന്ന ചിന്തയ്ക്ക് അഹം വൃത്തി എന്ന് പറയും. വൃത്തി എന്ന് പറഞ്ഞാൽ പരിവർത്തനം, മോഡിഫിക്കേഷൻ. നമ്മുടെ മനസ്സിൽ ഒരു ദിവസം ആയിരക്കണക്കിന് ചിന്തകൾ വരുന്നുണ്ട്. ഓരോ ചിന്തയും ഒരു വൃത്തിയാണ്. രമണ മഹർഷി പറയുന്നു, അഹം വൃത്തി ഒരു വൃത്തിയാണെങ്കിലും മറ്റെല്ലാ ചിന്തകളെ പോലെ ഉള്ള വൃത്തിയല്ല അഹം വൃത്തി. ഞാൻ എന്ന ചിന്ത, അതാണല്ലോ അഹം വൃത്തി. ആ അഹം വൃത്തിക്ക് മറ്റൊരു ചിന്തയുടെയും ആശ്രയമില്ല. മറ്റൊരു ചിന്തയില്ലെങ്കിലും അഹം വൃത്തിക്ക് നിലനിൽക്കാൻ കഴിയും. എന്നാൽ അഹം വൃത്തി ഇല്ലെങ്കിൽ മറ്റൊരു ചിന്തയ്ക്കും നിലനിൽക്കാൻ കഴിയില്ല എന്നതാണ് കാര്യം. മറ്റെല്ലാ ചിന്തകളും, ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്, നമ്മുടെ ജോലി, കുടുംബം, സുഹൃത്തുക്കൾ എല്ലാം ചിന്തകളാണ്. ഈ ചിന്തകളെല്ലാം നിലനിൽക്കണമെങ്കിൽ ഞാൻ എന്ന പ്രഥമ ചിന്ത, ആധാര ചിന്ത, മൂലമാകുന്ന ചിന്തയുണ്ടായിരിക്കണം. പക്ഷേ ആ ചിന്തകളൊന്നുമില്ലെങ്കിലും അഹംവൃത്തി, ഞാൻ എന്ന ചിന്തയ്ക്ക് നിലകൊള്ളാൻ സാധിക്കും എന്നതാണ് സത്യം. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം അഥവാ സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ അഹംവൃത്തിയിലേക്കുള്ള ഒരു യാത്രയാണ്. ആത്മവിചാരം അഥവാ സെൽഫ് എൻക്വയറി നമ്മൾ പരിശീലിക്കുമ്പോൾ ഞാൻ എന്ന ചിന്തയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ എന്ന ഭാവത്തെ ആഴത്തിൽ അറിയുകയാണ് ചെയ്യേണ്ടത്, അനുഭവിക്കുകയാണ് ചെയ്യേണ്ടത്. വി മസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ് ഫ്രം വിതിൻ. ഈ അനുഭവത്തിനാണ് അഹം സ്ഫുരണ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫീലിംഗ് ഓഫ് ഐ ഫ്രം വിതിൻ. അപ്പോൾ ആത്മവിചാരത്തിൽ ഞാൻ എന്ന സ്വത്വത്തെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ മറ്റെല്ലാ ചിന്തകളും അടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ന ചിന്ത ബാക്കിയാകും. അതിന് ശ്രീ രമണ മഹർഷിയുടെ ദർശനങ്ങളിൽ നമുക്ക് അഹം സ്ഫുരണം എന്ന് വേണമെങ്കിൽ പറയാം. അഹം സ്ഫുരണ അല്ലെങ്കിൽ അഹം സ്ഫുരണം അനുഭവവേദ്യമായ മനോഹരമായ ഒരവസ്ഥയാണ്. സ്ഫുരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിന്നലാട്ടം അല്ലെങ്കിൽ ഉള്ളിൽ തനിയെ തിളങ്ങി നിൽക്കുന്ന ഒരനുഭവം. നമ്മൾ ഞാൻ ആരാണ് എന്നന്വേഷിച്ച് എല്ലാ ചിന്തകളുടെയും ആധാരമായ ഞാൻ എന്ന ചിന്തയിലേക്ക്, അനുഭവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മുടെ ഉള്ളിലെ ഈ ചെറിയ ഞാനുണ്ടല്ലോ, അതിന് ഈഗോ എന്ന് പറയും, അത് അടിയറവ് പറയേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാൻ എന്ന യഥാർത്ഥ ഒരു മിന്നൽ പോലെയുള്ള സ്പന്ദനം ഉണർന്നു വരും. അതാണ് അഹം സ്ഫുരണം. ഇത് വെറുമൊരു ചിന്തയല്ല, ഒരനുഭവമാണ്, ഒരനുഭൂതിയാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു വലിയ കാട്ടിൽ വഴിതെറ്റിപ്പോയി എന്ന് വിചാരിക്കുക.
ദാഹിച്ചു വലഞ്ഞ് നിങ്ങൾ വെള്ളം അന്വേഷിച്ച് അലഞ്ഞു തിരിയുകയാണ്. അപ്പോൾ ദൂരെ എവിടെയോ ഒരു അരുവിയുടെ നേർത്ത ശബ്ദം നിങ്ങൾ കേൾക്കുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആശ്വാസം തോന്നും. അതാ വെള്ളം അടുത്തുണ്ട് എന്ന്. ഇതുപോലെയാണ് അഹംസ്ഫുരണം. നിങ്ങൾ ആത്മവിചാരം ചെയ്ത് ഉള്ളിലേക്ക് പോകുമ്പോൾ യഥാർത്ഥ സ്രോതസ്സായ ഹൃദയത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖമുള്ള സ്പന്ദനമാണ് അഹംസ്ഫുരണം. അതൊരു പ്രധാനപ്പെട്ട അടയാളമാണ്, സൂചനയാണ്. നമ്മുടെ പരമാർത്ഥ സ്വരൂപത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു വിളിയാണ്. നീ വഴിതെറ്റിപ്പോയിട്ടില്ല, നിൻ്റെ യഥാർത്ഥ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ. അഹംസ്ഫുരണയുടെ ശുദ്ധമായ വെളിച്ചത്തിൽ അഹങ്കാരം അലിഞ്ഞില്ലാതെയാകും. സാധാരണഗതിയിൽ നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ആ ഞാൻ ഈ ശരീരമാണ് എന്നൊരു ചിന്ത മാത്രമാണ്, ബുദ്ധി കൊണ്ടുള്ള ഒരാലോചന മാത്രമാണ്, കോൺസെപ്ഷൻ മാത്രമാണ്. എന്നാൽ അഹംസ്ഫുരണം ബുദ്ധി കൊണ്ടുള്ള ചിന്തയല്ല, അതൊരു പച്ചയായ ഉണർവാണ്. പ്യോർ സെൽഫ് അവെയർനെസ്, ഞാൻ ഉണ്ട് എന്ന ബോധ്യം. ഈ അഹംസ്ഫുരണം തന്നെയാണ് ആത്മസ്പന്ദനം, ഉള്ളിൽ നിന്നുമുള്ള തൊട്ടറിയൽ. അതിന് ഉണർവ് എന്നോ അറിവ് എന്നോ പ്രസരിപ്പ് എന്നോ തെളിവ് എന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ആത്മവിചാരത്തിൻ്റെ തുടക്കത്തിലെല്ലാം ചിന്തകൾ നമ്മെ അലട്ടുമ്പോൾ ഈ അഹംസ്ഫുരണം നമുക്കൊരു വഴികാട്ടിയായി മാറും. അതുകൊണ്ട് ധ്യാനിക്കുന്ന സമയത്ത് ചിന്തകൾ വരുന്നു എന്ന് പറഞ്ഞ് ആരും നിരാശരാകേണ്ടതില്ല. അന്വേഷണം ആഴത്തിലേക്ക് കൊണ്ടുപോയാൽ മാത്രം മതി. ആ നിശബ്ദതയിൽ ആ ചിന്തകൾക്കപ്പുറമുള്ള നിങ്ങൾക്കായി ആ പരമമായ അഹംസ്ഫുരണത്തിൻ്റെ വെളിച്ചം കാത്തിരിക്കുന്നുണ്ട്. ശ്രീ രമണ മഹർഷി തമിഴിൽ ഏറ്റവും അധികം ഉപയോഗിച്ച ആത്മവിചാരത്തിൻ്റെ കാതലായ ഒരു പ്രയോഗമാണ് ഞാൻ എന്നും നിனைவு എന്ന്. നിனைவு എന്ന് പറഞ്ഞാൽ വെറും ഒരു ചിന്തയല്ല, അതൊരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ എപ്പോഴും ഉള്ളിലുള്ള ബോധ്യപ്പെടുത്തൽ ആണ്. ഇറ്റ് ഈസ് എ റിമെമ്പറൻസ് ഓഫ് ദി ഐ. മലയാളത്തിൽ ഞാൻ എന്നും നിனைவு എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഓർമ്മ എന്നാണ് അർത്ഥം. നിனைവ് അല്ലെങ്കിൽ ഓർമ്മ എന്നതും ചിന്ത എന്നതും രണ്ടും രണ്ടാണ്. ചിന്ത എന്ന് പറഞ്ഞാൽ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്ന ഒന്നാണ്. എന്നാൽ നിனைവ് അഥവാ ഓർമ്മ എന്ന് പറഞ്ഞാൽ പശ്ചാത്തലത്തിൽ എപ്പോഴും നമ്മളെ തിരിച്ചു വിളിക്കുന്ന ഞാൻ എന്ന അനുഭവമാണ്. നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ജോലി തിരക്കിൽ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങളുടെ പേര് മറക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ആരെങ്കിലും വന്ന് നിങ്ങളോട് നിങ്ങളുടെ പേര് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ പറയും എൻ്റെ പേര് ഇതാണ് എന്ന്. അതൊരു ഓർമ്മയാണ്. പശ്ചാത്തലത്തിൽ നിങ്ങളുടെ പേരുണ്ട്, ഒരു ഓർമ്മയായി, ഒരു ബോധ്യമായി. ഇതുപോലെ തന്നെയാണ് ഈ നിனைவு, ഓർമ്മ. ഞാൻ ഉണ്ട് എന്ന ഭാവത്തിൽ ഏത് സമയത്തും നമ്മുടെ ഉള്ളിലുണ്ട്. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ആഴത്തിലുള്ള ഉറക്കത്തിലും ഞാൻ ഉണ്ട് എന്ന ബോധ്യം, നിனைவு എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. ആത്മവിചാരം ചെയ്യുമ്പോൾ പലരും വിചാരിക്കുന്നത് ഞാൻ എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ്. എന്നാൽ രമണ മഹർഷി അങ്ങനെയല്ല പറയുന്നത്. ഞാൻ എന്ന ചിന്തയല്ല ഇവിടെ മുഖ്യം. ഏത് ചിന്ത കടന്നു വന്നാലും ഞാൻ എന്ന ചിന്ത പോലും ആയിക്കോട്ടെ, ആ ചിന്തയെ പ്രകാശിപ്പിക്കുന്ന ഞാൻ ഉണ്ട് എന്ന നിனைவு, ഓർമ്മപ്പെടുത്തൽ ഉള്ളിലുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യേണ്ടത്. നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല ചിന്തകളും കടന്നു വന്നേക്കാം. ആ സമയത്ത് നമ്മെ നമ്മുടെ കേന്ദ്രത്തിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു ആങ്കറാണ് ഞാൻ എന്ന നിனைவு, ഞാൻ എന്ന ഉണർവ്, ഞാൻ എന്ന ഓർമ്മ. ബാഹ്യമായ എല്ലാ വസ്ത്രങ്ങളും അഴിഞ്ഞു വീഴുമ്പോഴും ശുദ്ധമായ ഞാൻ അവിടെ ബാക്കി നിൽക്കുന്നില്ലേ? അതുപോലെയാണ് ഇത്. നമുക്ക് ഇത് രസകരമായ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, ഒരാൾ ഒരു ഡോക്ടറുടെ കോട്ട് ധരിച്ചാൽ നമ്മൾ അയാളെ ഡോക്ടർ എന്ന് വിളിക്കും. ഇനി അയാൾ ഒരു പോലീസ് യൂണിഫോം ആണ് ഇട്ടതെങ്കിലോ നമ്മൾ അയാളെ പോലീസുകാരൻ എന്ന് വിളിക്കും. വക്കീലിൻ്റെ കോട്ടിട്ടാൽ വക്കീൽ എന്ന് പറയും. പൈലറ്റിൻ്റെ യൂണിഫോം ധരിച്ചാൽ പൈലറ്റ് എന്ന് വിളിക്കും. ഇനി ഒരു കൗതുകത്തിന് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ മനുഷ്യൻ ഈ വസ്ത്രങ്ങളെല്ലാം ഒന്നിനു മീതെ ഒന്നായി ധരിച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അതായത് ഏറ്റവും പുറത്ത് പോലീസിൻ്റെ വസ്ത്രം, അതിൻ്റെ തൊട്ട് താഴെ വക്കീലിൻ്റെ കോട്ട്, അതിന് താഴെ ഒരു പൈലറ്റിൻ്റെ യൂണിഫോം, ഏറ്റവും ഉള്ളിലായി ഡോക്ടറുടെ കോട്ട്. ഇങ്ങനെ വസ്ത്രങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ധരിച്ചു നിൽക്കുന്ന ആളെ നോക്കി എനിക്ക് നിങ്ങളുടെ വേഷങ്ങളെയല്ല, ഉള്ളിലുള്ള ആ പച്ചയായ മനുഷ്യനെയാണ് അറിയേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമാണ്. അദ്ദേഹം പുറമേ ധരിച്ചിരിക്കുന്ന ഓരോ വസ്ത്രങ്ങളെയും ഒന്നൊന്നായി അഴിച്ചു മാറ്റണം. പോലീസിൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റണം, വക്കീലിൻ്റെ കോട്ട് മാറ്റണം. അങ്ങനെ ഓരോന്നായി മാറ്റുമ്പോൾ മാത്രമേ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യൻ ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയൂ. ഇതാണ് നമ്മുടെ ഉപനിഷത്തുകൾ പറയുന്ന നേതി എന്ന പ്രക്രിയ. നേതി എന്ന് പറഞ്ഞാൽ ഇതല്ല എന്നാണ് അർത്ഥം. ഞാൻ പോലീസുകാരനല്ല, ഞാൻ വക്കീലല്ല,
ഞാൻ പൈലറ്റല്ല, ഞാൻ ഡോക്ടറല്ല. ഉപനിഷത്തുകൾ പറയുന്നത് കൃത്യമായി ഇതുതന്നെയാണ്. നമ്മളെല്ലാവരും ശുദ്ധമായ ബോധമാണ്. എന്നാൽ നമ്മൾ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ആ ശുദ്ധമായ ബോധത്തിന് മുകളിലായി ശരീരം, മനസ്സ്, പദവി, ബന്ധങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് വസ്ത്രങ്ങൾ ധരിക്കുന്നു. ആത്മീയമായി പറഞ്ഞാൽ നമ്മുടെ പഞ്ചകോശങ്ങളെയാണ് നമ്മൾ വസ്ത്രങ്ങളായി ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുറമേയുള്ള ആ വസ്ത്രത്തെ നോക്കി ഇതാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കും. ഞാൻ ഡോക്ടറാണ്, ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, ഞാൻ ഈ ശരീരമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെയല്ല, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെയാണ് ഞാൻ എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മനസ്സ് നമ്മളെ കബളിപ്പിക്കുന്നത്. ഈ വേഷങ്ങൾ തരുന്ന പദവികളോടുമൊക്കെയുള്ള അമിതമായ താല്പര്യമുള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മെ തിരിച്ചറിയാൻ കഴിയാത്തത്. ഈ താല്പര്യങ്ങളെയാണ് നമ്മൾ വാസനകൾ എന്ന് വിളിക്കുന്നത്. ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മെ പുറത്തോട്ട് വലിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം വാസനകൾ തന്നെയാണ്. നമുക്ക് പുറമെയുള്ള ഈ വേഷങ്ങളോടുള്ള അമിതമായ മോഹം എപ്പോൾ മാറുന്നുവോ അപ്പോൾ മാത്രമേ ഞാൻ ആരാണ് എന്ന് കണ്ടെത്താനുള്ള തീവ്ര ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആത്മവിചാരത്തിനിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മെ പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ഒരു 180 ഡിഗ്രി തിരിക്കുക എന്നതാണ്. ഇതിനർത്ഥം നമ്മൾ നമ്മുടെ മനസ്സിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നല്ല. അത് ഡൈവേർട്ടഡ് മൈൻഡാണ്. നമ്മൾ നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് തന്നെ തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പറയുന്നു ഇൻവേർട്ടഡ് മൈൻഡ് എന്ന്. ഇനി മുതൽ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധ കുറയുന്നു എന്ന തോന്നൽ വരുമ്പോൾ, അല്ലെങ്കിൽ ചിന്തകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നു എന്ന് തോന്നുമ്പോൾ സ്വയം ചോദിക്കണം, ആർക്കാണ് ഇപ്പോൾ ഈ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നത്? ആരാണ് ഇപ്പോൾ ചിന്തകളിൽ നഷ്ടപ്പെട്ടു പോയത്? അങ്ങനെ ചോദിച്ചാൽ ആ നിമിഷം ഒരു മാജിക്ക് സംഭവിക്കും. നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഓബ്ജക്റ്റ് ഉണ്ടല്ലോ, വസ്തു ഉണ്ടല്ലോ, ആ വസ്തുവിൽ നിന്നും ശ്രദ്ധിക്കുന്നവനിലേക്ക് നമ്മുടെ ശ്രദ്ധ വരും. അവിടെയാണ് നമ്മുടെ ഈഗോയുടെ, അതായത് അഹംഭാവത്തിൻ്റെ കെട്ടഴിയാൻ തുടങ്ങുന്നത്. ഭഗവാൻ ശ്രീ രമണ മഹർഷി അഹങ്കാരത്തെ ഒരു മനോഹരമായ പേരിട്ടാണ് വിളിച്ചത്, ചിത് ജഡഗ്രന്ഥി എന്ന്. അതായത് ജീവനുള്ള ശുദ്ധബോധവും ജീവനില്ലാത്ത ഈ ജഡശരീരവും തമ്മിൽ പിണഞ്ഞുണ്ടാകുന്ന ഒരു കെട്ട്, അതാണ് ഗ്രന്ഥി. നമ്മൾ ശരീരത്തെയും ചിന്തകളെയും മാറ്റിവെച്ച് ഈ ഞാൻ എന്ന ബോധത്തിൻ്റെ ഉറവിടം തിരയുമ്പോൾ ആ കെട്ട് തനിയെ അഴിഞ്ഞു പോവുകയും മനസ്സ് ചിന്തകളറ്റ് ശാന്തമാവുകയും ചെയ്യും. വിചാരത്തിൻ്റെ തീവ്രത കൊണ്ട് ഇല്ലാതാകുന്ന മനസ്സിനെയാണ് മൃതമനസ്സ് അഥവാ ഡെഡ് മൈൻഡ് എന്ന് രമണ മഹർഷി വിളിക്കുന്നത്. ഇനി അഥവാ ഈ പ്രോസസ്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു എളുപ്പവഴിയുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ഈശ്വരനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട കൃഷ്ണനെയോ യേശുവിനെയോ അല്ലാഹുവിനെയോ ബുദ്ധനെയോ ആരെ വേണമെങ്കിലും ധ്യാനിക്കാം. ഈ ഭക്തി നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. ചിത്തശുദ്ധി വന്ന മനസ്സോടെ വിചാരം ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നീട് വളരെ എളുപ്പത്തിൽ ആ ഞാൻ എന്ന ഭാവത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനും പരമമായ ശാന്തി അനുഭവിക്കാനും നമുക്ക് സാധിക്കും. ഉപനിഷത്ത് പറയുന്നു, ഇരുട്ടത്ത് കിടക്കുന്ന ഒരു കയറ് നമ്മൾ പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു എന്ന്. എന്നാൽ വെളിച്ചമടിച്ചു നോക്കുമ്പോൾ അവിടെ പാമ്പില്ല, കയറ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ആത്മവിചാരത്തിലൂടെ അഹംഭാവത്തെ അല്ലെങ്കിൽ അഹങ്കാരത്തെ നമ്മൾ അന്വേഷിച്ചു കൊണ്ട് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അവിടെ അഹങ്കാരമില്ല, ഒരൊറ്റ സ്വത്വം അഥവാ സെൽഫ് മാത്രമേയുള്ളൂ എന്ന് നമുക്ക് അനുഭവവേദ്യമായി വരും. ഇതുവരെ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ നമുക്ക് ആത്മവിചാര ധ്യാനത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി ഉള്ളിലേക്ക് തിരിക്കാൻ ഈ ധ്യാനം നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടി സ്വസ്ഥമായൊരിടത്ത് ശാന്തമായി ഇരിക്കുക, എന്നിട്ട് കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. ശരീരം ശാന്തമാക്കുക. ശ്വാസം സ്വാഭാവികമായി ഒഴുകട്ടെ. ഇപ്പോൾ ശ്രദ്ധ പുറത്തുള്ള ലോകത്തിൽ നിന്ന് പതുക്കെ അകത്തേക്ക് തിരിയട്ടെ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആത്മവിചാരം, ആത്മാവിനെ അന്വേഷിക്കൽ. ആത്മാവ് ഒരു വെറും ആശയമല്ല, ഒരു ചിന്തയല്ല, യാഥാർത്ഥ്യമാണ്.
അതുമാത്രമാണ് സത്യം. ആ ആത്മാവാണ് ഞാൻ. മനസ്സിലേക്ക് നോക്കൂ. ചിന്തകൾ വരുന്നുണ്ടാകാം. അതിനെ നമ്മൾ വൃത്തികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ എല്ലാ ചിന്തകളുടെയും വേര് ഞാൻ എന്ന ചിന്തയാണ്. അതാണ് അഹം വൃത്തി. ശ്രീ രമണ മഹർഷി പറയുന്നു, ഈ അഹം വൃത്തി മറ്റുള്ള ചിന്തകളെ പോലെയല്ല. മറ്റു ചിന്തകളെല്ലാം ഞാൻ എന്ന ചിന്തയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഈ ഞാൻ എന്ന ഭാവത്തിന് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ നിലനിൽക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ എന്ന ചിന്തയെക്കുറിച്ച് ആലോചിക്കേണ്ട. പകരം ഞാൻ ഉണ്ട് എന്ന അനുഭവത്തെ മാത്രം ശ്രദ്ധിക്കുക. അത് നിശബ്ദമായ ഒരു അനുഭവമാണ്. അതാണ് അഹം സ്ഫുരണം. ഉള്ളിൽ നിന്നുള്ള ഒരു ആത്മീയ സ്പന്ദനം. കാട്ടിൽ വഴിതെറ്റിയപ്പോൾ അകലെ കേട്ട അരുവിയുടെ ശബ്ദം പോലെ. നമ്മുടെ പരമാർത്ഥ സ്വരൂപത്തിൻ്റെ ഉൾവിളിയാണ് അഹം സ്ഫുരണം. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഭഗവാൻ രമണ മഹർഷി പറഞ്ഞ ഞാൻ എന്നും നിനൈവ്, ഞാൻ എന്ന ഓർമ്മ, അത് വന്നു പോകുന്ന വെറുമൊരു ചിന്തയല്ല. എപ്പോഴുമുള്ള ഞാൻ ഉണ്ട് എന്ന ഹൃദയത്തിൻ്റെ ഓർമ്മയാണ്. സാധാരണയായി നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരമാണ് മനസ്സിലേക്ക് വരിക. പക്ഷേ അതൊരു യൂണിഫോം മാത്രമാണ് എന്നറിയുക. ഡോക്ടറുടെ കോട്ട്, പോലീസിൻ്റെ യൂണിഫോം, വക്കീലിൻ്റെ കോട്ട്, പൈലറ്റിൻ്റെ യൂണിഫോം എല്ലാം ഒന്നിനുമേൽ ഒന്നായി ധരിച്ചിരിക്കുന്നു. പക്ഷേ ആ വസ്ത്രങ്ങൾക്കുള്ളിലുള്ള
പച്ചയായ മനുഷ്യൻ ആര്? നമുക്ക് ആ ഉള്ളിലുള്ള ആളെയാണ് അറിയേണ്ടത്. ഇപ്പോൾ മനസ്സിൽ നിന്ന് ഓരോ വസ്ത്രവും മാറ്റി നോക്കാം. ഞാൻ ഈ ശരീരമല്ല. നേതി നേതി. ഞാൻ ഈ മനസ്സല്ല. നേതി നേതി. ഞാൻ ഈ പദവിയല്ല. നേതി നേതി. ഇതല്ല ഇതല്ല എന്ന് ചൊല്ലി ഓരോ വേഷങ്ങളും അഴിച്ചു മാറ്റുന്നു. അപ്പോൾ അകത്ത് ഒരു ശുദ്ധമായ ഉണർവ് ബാക്കി നിൽക്കുന്നു. അതാണ് തൻ ഉണർവ്, പ്യോർ സെൽഫ് അവെയർനെസ്. ഈ ഉണർവിനോട് ശരീരത്തെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് അഹംഭാവം അഥവാ അഹങ്കാരം ജനിക്കുന്നത്. ചിത്തും ജഡശരീരവും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന കെട്ട്. ചിത്ത് ജഡഗ്രന്ഥി എന്നാണ് ശ്രീ രമണ മഹർഷി അതിനെ വിശേഷിപ്പിച്ചത്. ഈ നിമിഷം നമ്മൾ ശരീരത്തെയല്ല അന്വേഷിക്കുന്നത്. ആ ശുദ്ധമായ ഞാൻ എന്ന ബോധത്തെയാണ്. ഇപ്പോൾ മനസ്സ് പുറത്തേക്ക് പോകുന്നുണ്ടോ? ശ്രദ്ധിക്കുക. സാരമില്ല, പതുക്കെ സ്വയം ചോദിക്കുക, ആർക്കാണ് ഈ ചിന്തകൾ വരുന്നത്? ആരാണ് ഈ ചിന്തകളിൽ നഷ്ടപ്പെട്ടു പോയത്? ശ്രദ്ധ കാണപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് അത് കാണുന്ന നിങ്ങളിലേക്ക് തന്നെ തിരിയുന്നു. ഇതാണ് മനസ്സിൻ്റെ ഒരു 180 ഡിഗ്രി തിരിവ്. ഇൻവേർട്ടഡ് മൈൻഡ്. പുറമേ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളോട് താൽപ്പര്യം കൂടുമ്പോൾ വാസനകൾ നമ്മെ പുറത്തേക്ക് വലിക്കും. അപ്പോൾ വീണ്ടും ചോദിക്കണം, ആരാണ് പുറത്തേക്ക് വലിക്കപ്പെടുന്നത്? ആ ഞാൻ എന്ന ചിന്തകനെ കണ്ടെത്തുക. അതിൻ്റെ ഉറവിടം അന്വേഷിക്കുക.
ആ ഉറവിടത്തിലുള്ള വെളിച്ചത്തിൻ്റെ സ്രോതസ്സിലേക്ക് തിരിയുക. നേരെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക്. മനസ്സ് ഹൃദയത്തിലേക്ക് തിരിയുമ്പോൾ ആ മനസ്സ് തനിയെ അലിഞ്ഞു പോകുന്നു. അതാണ് മൃതമനസ്സ്. അപ്പോൾ ഹൃദയം മാത്രം ബാക്കി നിൽക്കുന്നു. പ്യോർ ബീയിങ്, പ്യോർ അവെയർനെസ്. അപ്പോൾ അഹങ്കാരം എന്നൊന്ന് ഇല്ലേയില്ല എന്ന് ബോധ്യപ്പെടുന്നു. കോൺഷ്യസ്നസ് അഥവാ സെൽഫ് മാത്രമാണുള്ളത്. ആത്മവിചാരത്തിൻ്റെ വെളിച്ചത്തിൽ പാമ്പില്ല, കയർ മാത്രമാണ് സത്യം എന്ന് വെളിവാകുന്നു. ആ ആത്മാവ് ഞാൻ ഉണ്ട്, ഞാൻ ഉണ്ട് എന്ന് നിശബ്ദമായി വിളിച്ചു പറയുന്നു. തികഞ്ഞ ശാന്തത. ആനന്ദത്തിൻ്റെ അനുഭൂതി. അകാരണമായ സ്വസ്ഥതയും ആനന്ദത്തിൻ്റെ അനുഭൂതിയും. അതിൽ മുഴുകിയിരിക്കുക.
സമയമാകുമ്പോൾ പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്.